ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. ചേച്ചിയൊരു നിറയെ വാഴയൊക്കെ വൃത്തിയാക്കിയതിൻ്റെ അവിടെ നിറയെ ചെടിച്ചട്ടികൾ, പൂച്ചെടികളൊക്കെ വെച്ചിട്ട്. പൂച്ചെടിയാണെങ്കിൽ മഴ നനഞ്ഞ് ഒന്ന് ക്ഷീണിച്ചു, ഒക്കെ നനഞ്ഞ് വെള്ളമൊക്കെ ആയിട്ടേ. നന്നായിതാ ചേന, ഒരു പച്ചമുളക് തൈ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പച്ചമുളക് ഉള്ളതിൽ അങ്ങനെ വെള്ള ചീനിമുളകായിരുന്നു നിറയെ. ഇപ്പോൾ അങ്ങനെതാ ഒരു ചെടിയേ വന്നിട്ടുള്ളൂ, പക്ഷെ നിറയെ കാച്ചിട്ടുണ്ട് പച്ചമുളക്. ഒരു ചെടി തന്നെ വന്നുള്ളൂ. ഞാൻ ഈ പ്രാവശ്യം ഒന്നും അധികം വെച്ചില്ല, നിറയെ ഉണ്ട്. നിറയെ പച്ചമുളകുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വെള്ള ചീനിമുളകായിരുന്നു. പൂച്ചെടികളും റോസ് കൊമ്പും, അത് നെല്ലിയാമ്പതിന്ന് കൊണ്ടുവന്നൊരു ചെടിയും തെച്ചിയും നിറയെ ഉണ്ട്. ഇതാണ് നെല്ലിയാമ്പതിന്ന് കൊണ്ടുവന്ന ചെടി. ഇതൊക്കെ ഈ 10 മണി നിറയെ വെച്ചിരുന്നതാണ്, നന്നായി പൂത്തിരുന്നതാണ്. മഴ വന്നൊക്കെ നനഞ്ഞ് വെള്ളമൊക്കെ നിറയെ ആയത് കാരണം അതൊന്ന് ക്ഷീണിച്ചു. നിറയെ ഇവിടെ നിന്ന് ആ തല വരെ ഉണ്ട്, ആ തല വരെ. എന്നിട്ടും പോരാ, ഇനിയും കുറച്ച് ചട്ടികളൊക്കെ കൊണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് ചേച്ചി. നിറയെ ചട്ടികൾ പൂച്ചെടി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത്തിരി മഴയൊന്ന് ഇതായ തുളസിയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ചട്ടികളൊക്കെ നിറയെ മേടിച്ച് വെച്ചിരിക്കുകയാണ്. തുളസിയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇതൊരു തരം ചെടി, ഇതൊരു തരം ഒരു മഷിയില പോലെ. ഇതിൽ കുഞ്ഞു കുഞ്ഞു പൂവുണ്ടാവും. നല്ല മുല്ലയൊക്കെ പടരണേ ഉള്ളൂ. ഇത് ചകിരിപ്പൊടിയാണത്, ചകിരിപ്പൊടി. ചട്ടികളൊക്കെ നിറയെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മലമ്പുഴയിൽ പോയി മണ്ണൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കുഞ്ഞു കുഞ്ഞു ചട്ടികൾ. മലമ്പുഴ പൈപ്പ് വെള്ളമൊക്കെ പിന്നെ അടുത്ത് തന്നെ ഉണ്ട്. മലമ്പുഴയിൽ പോയി മണ്ണൊക്കെ